Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിൽ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കുതിർത്തൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. ഓവൻ ഇല്ലാതെ ചെയ്യുന്നതും അതുപോലെ പഞ്ചസാരയും മൈദയും ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്ന കേക്കിൻ്റെയൊക്കെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പ്ലം കേക്ക് ഇതിനു മുമ്പ് പല രീതിയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. ഇപ്പോൾ ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കളർ മാറി വരണം. എന്നാലും ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുക്കണം. അതുപോലെ ഈ വെള്ളം ചേർക്കുമ്പോൾ ദൂരോട്ട് മാറി നിന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് പെട്ടെന്ന് ഇത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് തിളച്ച് നല്ല ഒന്ന് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം ചേർക്കണം. ചിലപ്പോൾ ചൂട് കുറഞ്ഞ വെള്ളം ചേർക്കുമ്പോൾ ആ പഞ്ചസാര ക്യാരമലായതൊക്കെ ഒന്ന് കട്ടിയാവും. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതങ്ങ് മെൽറ്റായിട്ട് നന്നായി തന്നെ വരും. ഇപ്പോൾ വെള്ളമെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഗ്രാമ്പു, ഏലക്ക, അതുപോലെ ചെറിയ ഒരു ജാതിക്കയുടെ പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പട്ടയും കുറച്ച് അയമോദകവും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി കുറച്ച് ചുക്കിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് പ്ലം കേക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മൈദയിലേക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. 2 കളറിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമും കാഷ്യൂനട്ടും അതുപോലെ ഈന്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി എടുക്കാം. ഞാനിപ്പോൾ മിക്സഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി കൂടി ഒന്ന് ചുരണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഓറഞ്ച് തൊലി വെച്ചിട്ട് നമുക്ക് പ്ലം കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫിഗ് ഒന്ന് കുതിർത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ അത്തിപ്പഴോട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു 2 എണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ഫിഗ് എന്നും ഇങ്ങനെ കുതിർത്തിട്ട് ഒരു 2-3 എണ്ണമൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഈ കേക്കിലേക്ക് കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ആ ഫിഗ് ഒരു 2 എണ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml അളവ് കപ്പിലാണ് അളന്നിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഓറഞ്ചിൻ്റെ തൊലിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങ പുറമേയുള്ള തൊലിയൊന്ന് ചുരണ്ടി ചേർത്താലും മതി. അതുപോലെ ഓറഞ്ച് ചുരണ്ടി ചേർക്കുമ്പോൾ ആ വെള്ള ഭാഗം വീഴാതെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലം കേക്കിൽ എല്ലായിടത്തേക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ആയി കിട്ടും. ഇവിടെ ഒരു ബൗളിൽ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിലുള്ള നമ്മൾ ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ നന്നായിട്ട് പൊടിയാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് മൊത്തത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഒരെണ്ണം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് മാത്രം അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി രണ്ടാമത്തെ മുട്ടയും ചേർത്ത് കൊടുക്കാം. ഞാൻ വലിപ്പമുള്ള 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു കേക്കിലേക്ക് ഓയിലും ബട്ടറും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ മൈദാമാവിൻ്റെയും ഒക്കെ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സായി കഴിഞ്ഞപ്പോൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഒരുപാട് ഇട്ടങ്ങ് ഓവർ മിക്സ് ചെയ്യാതിരിക്കണം. ഇതിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അത്തിപ്പഴം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. കറക്റ്റ് ഒരു പാകത്തിനാണുള്ളത്. നമ്മൾ മുട്ട എടുക്കുന്ന വലിപ്പം അനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാം. ഇതിനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിനി ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം 180 ഡിഗ്രിയിൽ. ഓവൻ ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ബേക്ക് ആയിട്ടുണ്ട്. ഒരു സ്ക്യൂവർ കൊണ്ട് നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ സ്ക്യൂവറിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുത്തിട്ട് കട്ട് ചെയ്യാം. പ്ലം കേക്കൊക്കെ ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കാനായിരിക്കും നല്ലത്. ഇത് തണുത്തിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കുകയോ ഒന്നും വേണ്ട. വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് എത്താനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്